എനിക്ക് ഇന്നലെ ഇന്നുമായിട്ട് കിട്ടിയ ഏറ്റവും വലിയ ബോധ്യം എന്നിൽ തന്നെയുള്ള ഫരിസേയൻ. നമ്മൾ ശുശ്രൂഷ തലത്തിൽ, ആത്മായ ശുശ്രൂഷ തലത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഭാഗം വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ പറയും. അവർ മുന്നിട്ടിറങ്ങി ചെയ്യാത്തത് കൊണ്ടാണ് ആത്മാക്കൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്നിൽ തന്നെ ഞാനൊരു ഫരിസേയനായി. കാരണം ഞാൻ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാം ഭാവിച്ചിരിക്കുന്നുണ്ട്, മറ്റുള്ളവർ വിധിക്കും. അപ്പോൾ വേറെ ഒരു ബോധ്യം കിട്ടിയത്, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടണം. ഞാനിപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പറഞ്ഞോട് പറയായിരുന്നു, ഒരാൾ നഷ്ടപ്പെട്ടു പോയി പറയും നിങ്ങൾ വിധിക്കപ്പെടും, നിങ്ങൾ നശിച്ച് നരകത്തിൽ പോകുമ്പോൾ നഷ്ടം ആർക്കാണ്? സ്വർഗത്തിനാണ്. അതുകൊണ്ട് ദൈവം ആരും നരകത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല, സ്വർഗത്ത് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാനുള്ള ഒരു അവകാശമില്ല. ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ കുമ്പസാരത്തിൽ ഇനി ആദ്യത്തെ പോയിൻ്റ് നമ്മൾ 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം, 4-ാം പ്രമാണം, ഇങ്ങനെ ഓർഡർ അനുസരിച്ച് നമ്മൾ കുമ്പസാരി വരും. 1-ാമത്തെ പോയിൻ്റ് മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ളൊരു വലിയ ബോധ്യം. ആ ഒരു മേഖലയായിരിക്കണം കുമ്പസാരത്തിൽ നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളിൽ അത് ബന്ധപ്പെടുത്തിയാണ് കുമ്പസാരം കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ബോധ്യം കിട്ടി. അതോടൊപ്പം തന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിയമത്തോട് അഭിനിവേശം കാണിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:14 പറഞ്ഞു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഉള്ളൊരു കൃപ. പ്രത്യേകിച്ച് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ സാധിക്കുമായിരുന്നു, 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും ചില സമയം, പക്ഷേ 2 ആഴ്ച 3 ആഴ്ചയോട് കൂടി തീരും. പക്ഷേ ഏറ്റവും ആഗ്രഹിച്ചു വന്ന ഈ ധ്യാനത്തിലും ഏറ്റവും ആഗ്രഹിച്ചു വന്നതാണ് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ബ്രദർ കൈവെക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഈ ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളവർ നാളെയും സമയമുണ്ട്, നമുക്ക് നാളെയും ഉച്ച കഴിഞ്ഞിട്ട് അല്പസമയം ഇതേമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ നിങ്ങൾ വന്നിങ്ങനെ പറയുമ്പോൾ അത് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കൊരു കുറച്ചും കൂടി കോൺഫിഡൻസ് ഒക്കെ ആയില്ലേ? ഓക്കെ, നമ്മളിനി